ഓപ്പൺ സ്റ്റേജിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്ന് ഓപ്പൺ സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. ചമയങ്ങൾക്കുള്ളിലെ സുന്ദരിമാർ എന്നാണ് ഇന്ന് ഓപ്പൺ സ്റ്റേജിൽ ചർച്ച ചെയ്യുന്ന വിഷയം. പെൺവേഷം കെട്ടുന്ന ആൺ കലാകാരന്മാരെ കുറിച്ചുള്ള വളരെ സവിശേഷമായ ഒരു ചിത്രീകരണമാണ് ഈ ഓപ്പൺ സ്റ്റേജിൽ ഇന്ന് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. രാജേഷ് കൊല്ലം, സജി വെങ്കുളം, മാത്തൂർ ഗോവിന്ദൻകുട്ടി, സൂര്യ, ഷിബു വെങ്കുളം. ഇവരെല്ലാം ആണുങ്ങളാണ്. പക്ഷെ നിങ്ങൾ 4 പേർ പെൺവേഷങ്ങളിലാണ് ഇരിക്കുന്നത്. 60 വർഷം പെൺവേഷം കെട്ടിയ ആൾ ആൺവേഷത്തിലും. ഇവരുടെ ഈ പ്രകടനം കാണാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സമ്പന്നമായ ഒരു സദസ്സ് ഇവിടെയുണ്ട്. നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ചില പ്രതികരണങ്ങളുമായി സ്ക്രീനിലേക്ക്. പെണ്ണുങ്ങൾ ബ്ലൗസ് ഇടുന്നതിനേക്കാളും നല്ല ഭംഗി നീറ്റായിട്ട് അവർ ഇടും. അതുപോലെ തല കെട്ടും, പൂ ചൂടക്കും, അവർ ആഭരണം ഇടക്കും, എല്ലാം നല്ലത് തന്നെ, കുഴപ്പമില്ല. ചുരിദാർ ഇടണതും എല്ലാം നല്ല നമ്മൾ ഇപ്പോൾ ഉള്ള പെൺപിള്ളേരിടുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് അതുങ്ങളിടും. പെൺകുട്ടികൾ കൂടുതൽ പങ്കെടുക്കാത്തടത്ത് കൂടുതൽ ആണുങ്ങളായിട്ട് ഇടപെടുന്നിടത്ത് പെൺകുട്ടികൾ പെൺവേഷം കെട്ടി ഇവർ വരുന്നത് കൊണ്ട് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ഭംഗിയുള്ളൊരിതൊന്നും അല്ല, കണ്ടിരിക്കാൻ രസമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഉള്ള കാര്യം പറയാം. ആ വേഷം കെട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമം പോലെ തോന്നും പയ്യന്മാരെ കുറിച്ച്. ചാന്തുപൊട്ട് എന്ന സിനിമയിലേക്ക് ദിലീപ് എന്ന നടൻ, പുരുഷനായ ഒരു നടൻ, സ്ത്രീയുടെ വേഷം, ഒരു സ്ത്രൈണ ഭാവമുള്ള ഒരു വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ചാന്തുപൊട്ട് എന്ന സിനിമ. കൺമഷി ഉപയോഗിക്കും, പൊട്ടുതൊടും, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി പരിശീലിപ്പിക്കും, സ്ത്രീകൾ നടക്കുന്ന രീതിയിൽ നടക്കുവാൻ പരിശീലിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ സ്ത്രീകളുടേതായ ഒരു ബോഡി ലാംഗ്വേജിലേക്ക്, ശരീര ചലനത്തിലേക്ക് ഈ വ്യക്തി എത്തുകയാണ്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം ദിലീപ് എന്ന് പറയുന്ന നടൻ പല ടെലിവിഷൻ ചാനലുകൾക്കും നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഈ ഷൂട്ടിംഗ് കഴിഞ്ഞൊരു 3 മാസത്തിലേക്ക് എൻ്റെ ബോഡി ലാംഗ്വേജിൽ ആ സ്ത്രൈണത വളരെ കൂടുതലായിട്ട് കടന്നു വന്നിട്ടുണ്ട്. തുടങ്ങാം. 60 വർഷമായി പെൺവേഷം കെട്ടുന്ന കഥകളി ആചാര്യനാണ് ശ്രീമാൻ മാത്തൂർ ഗോവിന്ദൻകുട്ടി സാർ. സാറിൻ്റെ അനുഭവം എന്താണ്? പ്രത്യേകിച്ച് 60 വർഷം മുമ്പൊക്കെ ഒരു പെൺവേഷത്തിൽ വരുമ്പോൾ നമ്മുടെ മലയാളികൾ എങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്? അതിൻ്റെ ഒരു അനുഭവം പറയാമോ? തുടക്കം. ഞാൻ കഥകളിയിലെ സ്ത്രീവേഷമാണല്ലോ കെട്ടുന്നത്. ഈ കഥകളിയിലെ സ്ത്രീവേഷങ്ങൾക്ക് അഭിനയത്തിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് അഭിനയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അല്ലാതെ നാടകങ്ങളിലോ സിനിമയിലോ ഒക്കെ സ്ത്രീവേഷം കെട്ടി ആണുങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാനൊക്കും. ഇത് ഒരു ക്ലാസിക്കൽ കലയായതുകൊണ്ട് അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നേ ഞങ്ങൾക്ക് അഭിനയിക്കുവാൻ സാധിക്കത്തുള്ളൂ സ്ത്രീ കഥാപാത്രങ്ങൾക്ക്. അതാണ് അതിനേറ്റ ഏറ്റവും വലിയ ഒരു സവിശേഷത. ഏതൊക്കെ സ്ത്രീവേഷങ്ങളാണ് പ്രസിദ്ധമായ സ്ത്രീവേഷങ്ങൾ ഏതൊക്കെയാണ് തുടക്കത്തിലുണ്ടായിരുന്നത്? ഞാൻ പൂതനാമോക്ഷത്തിൽ ലളിതയാണ് എൻ്റെ അരങ്ങേറ്റം. അതിനുശേഷം നളചരിതത്തിലെ ദമയന്തി, ദുര്യോധനവധത്തിൽ പാഞ്ചാലി, ഉർവശി, ലളിത, ദേവയാനി, രംഭ, അങ്ങനെ കഥകളിയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ മുഴുവൻ തന്നെ കെട്ടിയിട്ടുണ്ട്. അല്ല, ഇത് സാധാരണ ഈ സ്ത്രീവേഷം കെട്ടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷം സാധാരണ ഇത് കാണുന്നവരുടെയും നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു തുടക്കകാലത്ത്? കാണുന്നവർക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്നതാണ് ഈ കഥകളിയിലെ സ്ത്രീവേഷം. അതൊരു അമാനുഷികത്വമാണല്ലോ ഈ കഥകളിയിലെ വേഷങ്ങൾ തന്നെ. നമ്മൾ അഭിനയിക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ സ്ത്രൈണഭാവമാണ് കൂടുതൽ വേണ്ടത്. ആ സ്ത്രൈണഭാവത്തിൽ നിന്നുകൊണ്ട് എന്നാൽ രൗദ്രരസപ്രധാനമായ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, അത് വളരെ വിരളമാണ്. എങ്കിലും കൂടുതലും സ്ത്രൈണഭാവമാണ്. സ്ത്രീകളുടെ ഓരോ ചലനങ്ങളും
നമ്മൾ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചെങ്കിലേ രംഗത്ത് കാണികൾക്കിത് സന്തോഷപ്രദമാകുകയുള്ളൂ. എൻ്റെ അഭിനയം കണ്ടിട്ട് വളരെ ആൾക്കാർ സ്ത്രീ തന്നെയാണോ എന്ന് വന്ന് എന്നെ തൊട്ടു നോക്കിയിട്ടുണ്ട്. കഥകളി സ്റ്റേജിൽ തന്നെ ഈ പ്രേമലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ കാലത്ത്. പ്രേമലേഖനങ്ങളും വന്നിട്ടുണ്ട്, ഫോണിൽ കൂടി ഇപ്പം വിളിച്ചൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ തന്നിട്ടുണ്ട്. ശരി. അല്ല, ഇപ്പോൾ അന്ന് കാലത്ത് ഈ ഇത് ചെയ്യുന്നതിനോട് വീട്ടുകാർക്കിടയിൽ എതിർപ്പുണ്ടായിരുന്നു. സാധനം ആണായ ഒരാൾ പെൺവേഷത്തിൽ വരുമ്പോൾ ഇല്ല, അതിന് എതിർപ്പില്ലായിരുന്നു. കാരണം കഥകളിയായിട്ട് ബന്ധപ്പെട്ട കുടുംബമാണ്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കഥകളിക്ക് പേര് കേട്ട ഒരു കുടുംബമാണ്. അവിടെ സാർ വിവാഹം കഴിച്ചിരിക്കുന്നതും പ്രശസ്ത കരുണാകരൻ നായരുടെ മകളെയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബപരമായിട്ട് എതിർപ്പൊന്നുമില്ല. സജി എന്ത് പറയുന്നു? സജി ഇപ്പോൾ ഏതാണ്ട് ഒരു മലയാളി മങ്കയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. മറ്റേ അർദ്ധനാരി എന്ന സിനിമയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റേ കോമഡി സ്റ്റാർസ് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഈ വേഷത്തിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ പ്രതികരിക്കുന്നത്? ഞാൻ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 10-14 വർഷമായി. ഞാൻ ആദ്യം ഇതേണൊക്കെ ഫീമെയിലായിട്ടൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. മെയിൽ വേഷങ്ങളൊക്കെ ഈ റോഡ് ഷോയും ഇതിലൊക്കെ പ്രോഗ്രാമിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ യാദൃച്ഛ്യമായിട്ട് ഞാനും ശിവ ഒരുമിച്ച റോഡ് ഷോ ഒക്കെ ചെയ്തിട്ടുള്ളത്. റോഡ് ഷോയിൽ ഒരേ നാട്ടുകാരാണ്. അതിനുപരി നമ്മൾ കൊച്ചിലെ തൊട്ട് കളിച്ചു വളർന്ന് ഈ പ്രായം വരെ നമ്മൾ പിരിയാത്ത ബന്ധത്തിൽ നല്ല സുഹൃത്തുക്കളായിട്ട് നിൽക്കുക. ഏതൊരു ജോലിക്ക് പോയി കഴിഞ്ഞാലും പഠിക്കാൻ പോയി കഴിഞ്ഞാലും അതേ കണക്ക് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതും ഒരുമിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഈ നിലവിൽ വരെ ഇപ്പം നിൽക്കുന്നതിൽ വരെ എനിക്കൊപ്പം അവനൊപ്പം ഞാനും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഫീമെയിൽസിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കിട്ടില്ല. എനിക്ക് ആദ്യമൊക്കെ ഇതിനൊക്കെ റോഡ് ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഫീമെയിൽ ഇല്ലാതെ വന്ന സമയത്ത് താൽക്കാലികമായി കിട്ടിയതാണ് നമ്മൾ രണ്ടുപേരും ഫീമെയിൽ വേഷം കെട്ടുന്നത്. ആ വേഷം കെട്ടിയപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി. അതിനുശേഷം തുടർന്ന് പോയതിനു ശേഷം പക്ഷേ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല ഒരുപാട് ഇപ്പം നേരത്തെ ഈ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രേമലേഖനവും ഒരു പോലീസ് ഓഫീസർ നമ്മളെ വീട്ടിൽ വരെ എന്നെ വിവാഹം ആലോചിച്ച് വരിക വരെ അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ കളിക്കുന്ന സമിതിയിൽ സരിക എന്ന് പറഞ്ഞ സമിതിയിൽ കളിച്ചുകൊണ്ട് നമ്മൾ സുനിൽക്കാട്ടിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരെന്തെന്ന് ചോദിച്ചു. പേരെന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു സജിയാണെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ പെൺകൊച്ചുങ്ങൾക്ക് സജി എന്ന് പറഞ്ഞ പേരുണ്ട്. അപ്പോഴത്തേക്ക് കല്യാണം കഴിച്ചതാണോ അല്ലെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ എനിക്ക് ഇതിനൊക്കെ അമ്മയില്ല. എൻ്റെ അമ്മ കൊച്ചിലെ എൻ്റെ 3.5 വയസ്സിലാണ് മരിച്ചത്. അച്ഛൻ വേറെ വിവാഹിതനായി പോയി. ഇപ്പം ഞാനും എൻ്റെ ചേട്ടനും ഉണ്ട്. ചേട്ടൻ വേറെ മാരേജ് ചെയ്ത് വേറെ വീട്ടിലാണ്. അപ്പോൾ ഒരു അമ്മൂമ്മ ഒരു 50 വർഷത്തോളമായി ചായക്കച്ചവടം അമ്മയുടെ മക്കളെയും ചെറുമക്കളെയും വളർത്തി. അതിൽ ഏറ്റവും അവസാനത്തെ ചെറുമോനാണ് ഞാൻ. അപ്പം ആ കച്ചവടം നടത്തിയാണ് ഇതുവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അവിടെ ഒരു സുഖമില്ലാത്ത കുഞ്ഞുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ വീട്ടിൽ വന്ന് അതേണൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഇല്ല, എൻ്റെ ഒരു മോളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞ് ഈ പരിപാടിക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു പരിപാടിക്ക് പോകുന്നത് അല്ല, എൻ്റെ ആങ്കൊച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷപരമായിട്ട് വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് സന്തോഷപരമായിട്ട് പുള്ളി യാത്ര അയക്കുകയും ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം പറഞ്ഞ കണക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് നമ്മൾ അന്ന് സ്റ്റേജ്, അതായത് ഈ ഷോ കോമഡി സ്റ്റാർസ് വരുന്നതിന് മുമ്പേ നമ്മൾ ഷോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഷോ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പം പറഞ്ഞ കണക്ക് ഒരു മുടി വളർത്തിയോ ഒരു ശ്രേണ രീതിയിൽ നടന്ന് ഒരുപാട് പേര് ആക്ഷേപിക്കുകയും കളിയാക്കുക, പോലീസ് ഉൾപ്പെടെ വരെ ആൾക്കാർ വരെ കളിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ കോമഡി സ്റ്റാർസ് വന്നതിന് ശേഷം അതുവരെ പറയുന്ന കണക്ക് ചാന്ത് പൊട്ട് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അശ്ലീല വാക്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് കോമഡി സ്റ്റാർസ് വന്നതിന് ശേഷം ഒരു 4-4.5 വർഷത്തോളം ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലും പറയാം കോമഡി സ്റ്റാർസ് ഫീമെയിൽ ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു വില തരുന്നത്. അതിനാദ്യം നമ്മൾ ആ കോമഡി സ്റ്റാർസിനോട് തന്നെ നന്ദി പറഞ്ഞാൽ തീർത്താലും തീരാത്തൊരു നന്ദി. ഇവിടെ പറഞ്ഞല്ലോ, ഒരു പ്രതികരണം വന്നല്ലോ, ദിലീപ് മറ്റേ ചാന്തുപൊട്ട് വേഷം ചെയ്തപ്പോൾ ഒരു സ്ത്രൈണഭാവം 2-3 മാസത്തേക്ക് തോന്നിയെന്ന്. നിങ്ങൾ ഈ വേഷത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു മനോനില എന്താണ്? ഒരു സ്ത്രീയുടെയാണോ പുരുഷൻ്റെയാണോ, ആരുടെ ഒരു മനോനിലയാണ് തോന്നുന്നത്? അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? അതിനോട് യോജിപ്പില്ല. എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു നടനാണെങ്കിൽ അത് ഏതൊരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ശ്രേണതയുണ്ട് എന്ന് പറഞ്ഞ് അത് ഫീമെയിൽ ക്യാരക്ടർ ഇത്രയും വർഷം, അപ്പോൾ 14 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് സദാസമയം ശ്രേണഭാവത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ പറയുന്ന ശ്രേണഭാവത്തിലായാലും എനിക്കത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഇത്രയും വർഷം എൻ്റെ വീട്ടിൽ ഞാൻ ശ്രേണഭാവത്തിൽ നടന്ന സമയത്തും എൻ്റെ വീട്ടിലെ നാഴികരിക്കുള്ള കഞ്ഞിക്കുള്ള മാർഗ്ഗം ഈ പറയുന്ന ഒരു വ്യക്തികളും കൊണ്ടു തന്നിട്ടില്ല. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ ഫീമെയിൽ വേഷം കെട്ടിയാണ് ഞാനിന്ന് എൻ്റെ വീട്ടിൽ ഞാൻ മാന്യമായിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്ക് അരിയും ആഹാരം എല്ലാം മേടിക്കാൻ ഇന്ന് 4 നേരം കഞ്ഞി കുടിച്ച് കിടക്കണം, പട്ടിണി വരെ കിടന്നിട്ടുള്ള ടൈമുകളുണ്ടായിരുന്നു. അതിലെനിക്ക് അതിനോട് പറയല്ല. സജി എന്ത് പറയുന്നു? സജി, നിങ്ങൾ ഒരുമിച്ച് വലിയ കൂട്ടുകാരാണ്. ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കും. എന്ന് വെച്ചാൽ സജി പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ സജിയുടേതായിട്ടുള്ള സജി വളർന്നു വന്ന ചുറ്റുപാടും കാര്യങ്ങളൊക്കെ സജി പറഞ്ഞു. പിന്നെ ഞാൻ വളർന്നു വന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്, ഏതാണ്ടൊക്കെ ഇങ്ങനെയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ കൂടപ്പിറപ്പാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് അത് പോട്ടെ, അത് വേറെ വിഷയം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ശ്രേണത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശ്രേണത എൻ്റെ കൂടപ്പിറപ്പാണെന്ന് ഞാൻ പറയും. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ ആയിരുന്നു.
പിന്നെ ഒരുപാട് നാട്ടിൽ അല്ല, ഇപ്പൊ ഈ ആണുങ്ങളോടൊക്കെ മിങ്കിൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വേണ്ട, നാട്ടുകാർ കണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം ഷിബു എന്തിനാ കമ്മലിട്ട് നടക്കുന്നത്, ഷിബു എന്തിനാ. ചെറുപ്പത്തിൽ കമ്മലിടുമായിരുന്നു. കമ്മലിടുമായിരുന്നു. പെൺകുട്ടികളുടെ കൂടെയായിരുന്നു കൂട്ട്? കൂടുതലും പെൺകുട്ടികളായിരുന്നു എനിക്ക് കൂട്ട്. ഇപ്പോഴും കൂടുതലും പെൺപിള്ളേരാണ് സുഹൃത്തുക്കളുള്ളത്. പിന്നെ നമ്മളെ പോലുള്ള കൂട്ടുകാർ, ഫീമെയിൽ ചെയ്യുന്ന കൂട്ടുകാർ ഒരുപാട് പേര്. അല്ല, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്? ഈ പെൺകുട്ടികൾ സ്ത്രൈണഭാവത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു കുഴപ്പമില്ല, മറ്റു ആണുങ്ങളുടെ കൂടെ മിങ്കിൾ ചെയ്യാനൊന്നും? പാർത്ഥനാരി എന്നുള്ള ചിത്രത്തിൽ തന്നെ മനോജ് കെ ജയൻ നേടുന്ന ഒരു വലിയ പ്രശ്നം അതാണല്ലോ. ആൺ സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു. അങ്ങനെ കളിയാക്കിയാലും ഞങ്ങൾ അത് വകവയ്ക്കാറില്ല. സ്വന്തം ബന്ധുക്കൾ, നമ്മുടെ ജീവിതം, സഹോദരൻ അനുകൂലിക്കുന്നില്ല അങ്ങനത്തെ വീട്ടിലെ സിനിമയിലെ കാര്യമല്ല, ജീവിതത്തിലെ കാര്യം. എൻ്റെ വീട്ടിൽ യാതൊരു പ്രശ്നമില്ല. ഞാൻ ഈ വേഷം ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ നാണക്കേടില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യും, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇവിടെ നല്ല ഒരുപാട് സപ്പോർട്ടാണ്. നമ്മൾ അവിടുത്തെ സുഹൃത്തുക്കളെല്ലാം ഈ ഒരു വേഷങ്ങൾ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും അതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സുഹൃത്തുക്കൾ അവരോട് കാണുമ്പോഴും നമ്മൾ പുറമേ ശരീരം കൊണ്ട് നമ്മൾ ആണുങ്ങളാണ്. നമ്മൾ അവരോട് സഹകരിക്കുമ്പോഴാണ് സുഹൃത്തായിട്ട്. നമുക്ക് ഒത്തിരി സുഹൃത്തുക്കൾ നമ്മളെ നാട്ടിലുള്ളവർ തന്നെ ഓരോ പ്രോഗ്രാം കഴിയുന്തോറും പിറ്റേ ദിവസം പറയും, അത് ശരിയല്ല, ഇത് കൂടെ നന്നായിട്ട് ചെയ്യണം. അത്രയ്ക്ക് നല്ല സപ്പോർട്ടുള്ളതാണ് നമ്മളെ നാട്ടിലുള്ള അത്രയും വരെ. അവരെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉയർന്ന് ഇത്രയും ഈ ലെവലിൽ വരെ നിൽക്കുന്നത്. നമ്മളെ നാട്ടിലുള്ളൊരു സപ്പോർട്ടില്ല, നമ്മളെ വീട്ടിലുള്ള സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഉയർന്ന് ഇത്രയും വരത്തുമില്ല. അതുപോലെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റോട്ടേ കൂടെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മുടി വളർത്തിക്കൊണ്ട് പറയും, മറ്റേ ചാന്ത് പൊട്ടേന്നൊക്കെ വിളിക്കും. പോലീസുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മളെ കൂട്ടത്തിലെ പല ഫീമെയിൽ ആർട്ടിസ്റ്റുകളും തന്നെ മുടി വളർത്തിക്കൊണ്ട് റോഡിൽ നടക്കുമ്പോഴത്തേക്കും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താടാ മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നത്? ഇതെന്റെ അപ്പം തിരിച്ച് പറയേണ്ട ഭാഗം ഇതെന്തിനാ, മറ്റാണ് ചാന്ത് പൊട്ടാണ്, അങ്ങനെയുള്ള രീതിയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവ വേറെ രീതിക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെന്റെ തൊഴിലിന്റെ ഭാഗമാണ്, ഞാൻ മുടി വളർത്തുന്നത് എൻ്റെ ഒരു തൊഴിലാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും മുടി വളർത്തിക്കൂടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നീട്ടി വളർത്തുന്നില്ല, എനിക്ക് മുടിയില്ല, എനിക്ക് മുടി വന്നത് ഞാൻ വളർത്തുകയാണ്. ഇനി ഞാൻ തിരിച്ച് നേരെ ഈ പോലീസിന്റെ എല്ലാവരും പ്രതികരണം എന്താണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാം അത് അനുഭവിച്ചതാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും പക്ഷേ ഇപ്പം കോമഡി സ്വന്തമായിട്ടുള്ള മുടിയാണ്, ഒറിജിനൽ മുടിയാണ്. എനിക്ക് പോലീസിന്റെ അത്രയുണ്ട്. ഇത് ഒറിജിനലാണ്. സൂര്യയുടെയും ഒറിജിനൽ മുടിയാണോ? ഇത്ര മുടിയുണ്ട്. ഒരുപാട് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയ കാലം മുതൽ ഒരു അടുത്ത കാലം വരേക്കും പലരുടെയും വായിരിക്കുന്ന കേട്ടിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളാവട്ടെ, എൻ്റെ വീട്ടിലുള്ളവരാകട്ടെ. കാരണം കൂടുതൽ വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഇപ്പോ എല്ലാവരും നല്ല സഹകരണമാണ്. ഒരു ഇടക്കാലം വരെ എൻ്റെ ചേട്ടന് പോലും എന്നോട് അനുകൂലിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ബുദ്ധിമുട്ടാണ്, പണ്ട് മുതലേ ബുദ്ധിമുട്ടാണ്. ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ഈ വേഷം കെട്ടി തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വന്നേ. അന്ന് മുതൽ ഇന്ന് വരെ ഈ വേഷത്തിലാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ കാലം വരെ ഈ വേഷത്തിലാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് മനസ്സിലാക്കി 10 പേര് എന്നെ തിരിച്ചറിയുകയാണ് എന്ന് മനസ്സിലാക്കി. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു വേഷത്തിന് വേണ്ടി ചിലപ്പോൾ എനിക്ക് മുടി ഉള്ളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത നമുക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടും. പിന്നെ നമ്മളെ ഐഡൻറ്റിറ്റി കുറച്ച് കൂടും. ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലുള്ള കലാകാർക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഈ 4 പേര് ഇരിക്കുമ്പോൾ 4 പേർക്കും കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിൽ എന്നെ തന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ട് എന്തെങ്കിലും നമ്മൾ കാണിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കൂടുതലായിട്ട് തെളിയിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലും എന്താ പറയുക, ഇതിന് വേണ്ടി പ്രിപ്പയർഡ് ആവേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സമൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങി പോലീസുകാർ എന്നെ ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് കയർത്തിട്ടുണ്ട്. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. 2 ദിവസം അവിടെ ഇരുത്തിയിട്ടുണ്ട്. അടി കിട്ടിയിട്ടില്ല. ഏതായാലും അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. കാരണം ഞാനൊരു തെറ്റോ ആരുടെ പിടിച്ചുപറിക്കുകയോ മോട്ടിക്കുകയോ ചെയ്തില്ല. കഷ്ടപ്പെട്ടാണ് ഞാൻ ആരുടെയും കക്കുകയോ കള്ളം പറയുകയോ ഒന്നും ചെയ്താൽ കഷ്ടപ്പെട്ട് എൻ്റെ തൊഴിൽ അത് ഞാൻ മാന്യമായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മുടി വളർത്തിന്നിരിക്കും, നെയിൻ പോളിഷ് ഇട്ടെന്നിരിക്കും. ചിലപ്പോൾ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഞങ്ങൾ സെക്കൻഡ് പോകാനായിരിക്കും കോസ്റ്റ്യൂം പോലും അയക്കാൻ സമയം ഉണ്ടാവില്ല. പെട്ടെന്നായിരിക്കും ട്രാവൽ വണ്ടി പോകുന്നത്. റോഡിൽ നിർത്തി എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒന്ന് ഡാൻസ് കളിച്ച് കാണിക്കാൻ, നീ ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണോ ഇല്ലേന്ന് അറിയാൻ ഡാൻസ് കളിച്ച് കാണിക്കാൻ. എൻ്റെ ബ്ലൗസ് ഒന്ന് അഴിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് സെക്കൻഡ് പ്രോഗ്രാമിനായിട്ട് അത്യാവശ്യമായിട്ട് ഞാൻ പോവുമായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു, സെക്കൻഡിന് ടൈം അടുത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 1-2 പ്രോഗ്രാം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് കഴിയാൻ പറ്റൂ. സീസണിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഉള്ളൂ. ആ സമയത്ത് സെക്കൻഡിൽ ബൈക്ക് കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് കാറും അങ്ങനെയൊന്നുമില്ല. കൂട്ടുകാരൻ്റെ ഒരു ബൈക്കിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇത് ഒറിജിനലാണോ? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാനൊരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. എന്നെ അറിയാം, പ്രോഗ്രാം കാണാറുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ മനഃപൂർവ്വം ആക്ഷേപിക്കുകയായിരുന്നു. കംപ്ലൈൻറ്റ് കൊടുത്തു വരാൻ എൻ്റെ പിറകിൽ ആരുമില്ല. ചിലപ്പോൾ ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോകും.
എന്നൊരു തോന്നലുള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം അന്ന് ആ സമയമല്ല, എനിക്ക് ഫസ്റ്റ് എൻ്റെ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്യണം, അത് ചെന്ന് ചെയ്യണം വൃത്തിയായിട്ട്. ആ ഒരു ഇതുകൊണ്ട് അതെൻ്റെ ജീവിതമാണ്, അതെനിക്ക് മുടങ്ങാൻ പറ്റില്ല. അത് എല്ലാ കലാകാരന്മാരും എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം വന്നാൽ കൂടി അത് മാറ്റി വെച്ച് ഞങ്ങൾ പ്രോഗ്രാം കറക്റ്റ് ടൈമിൽ ചെയ്യും. അങ്ങനെ ഞാൻ പോലീസുകാരൻ, ഞാൻ പറഞ്ഞു സാർ ഇട്ടിരിക്കുന്ന കാക്കി സാറിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്കിത് അഴിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ആരുടെ പിടിച്ചു പറിച്ചില്ല, മോട്ടിച്ചില്ല. കറക്റ്റ് വിവരം സാറിനോട് ഞാൻ പറഞ്ഞു, എന്നിട്ടും സംശയമാണ് നമ്മളെ അഴിച്ചു പറയുന്നതിന്റെ കാര്യം തന്നെ ഇപ്പോഴും അത് നിലവിലുള്ളതാണ്. നമ്മളെ ഈ ഫീമെയിൽസിന്റെ കൂട്ടത്തിലുള്ളതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഒരു കോമഡി സ്റ്റാർസിലെ വർക്കിനോ, കോമഡി സ്റ്റാർസിലെ വർക്കിലല്ല പുറത്തുള്ള ഷോയ്ക്കോ വല്ലതും പോകാൻ നേരത്ത് ഇതേ കണക്ക് നമ്മൾ ഇപ്പം വൈരാഗികൾ ഏതെങ്കിലും ഫീമെയിൽസ് ആണോ മെയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആവശ്യമില്ലാത്ത ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിലിട്ട് അത് പബ്ലിസിറ്റി ആക്കി, ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇങ്ങനെയാണ് രീതിയിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് രീതികളൊക്കെ ഫേസ്ബുക്കിൽ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ ഇരിക്കുന്ന നമ്മളിലെ മിക്കവരെയും അങ്ങനെ ആക്ഷേപിച്ച് ഒരുപാട് സങ്കടങ്ങൾ നേടും. നമ്മളെ സുഹൃത്തുക്കൾ തന്നെ പറയും ഇത് എന്തോ രൂപത്തിലായിരിക്കുന്നത്, എന്ത് കോലത്തിലായിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് ആക്ഷേപിക്കുക വരെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ആരെങ്കിലും ആയിരിക്കും, അതാണ് അറിയത്തില്ല. നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ ആരൊക്കെയാണ് ഒളിഞ്ഞെന്ന് പാത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നത്, അങ്ങനെ വൃത്തിയായിട്ട രീതിയിലുള്ള നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫീമെയിൽസിൻ്റെ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ രീതിയിലാണ് ആ അത്രയും ഫോട്ടോസ് വരെ വൃത്തിയായിട്ട രീതിയിലുള്ള ഫോട്ടോസുകൾ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കോമഡി സ്റ്റാർസിൻ്റെ സുന്ദരിമാർ ഇതേ രൂപത്തിലെന്നും പറഞ്ഞൊക്കെ അതൊക്കെ ഒരുപാട് മോശമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്. സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതെന്നറിയാം, ചേട്ടാ പ്രോഗ്രാം കാണാറുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, അടിച്ചു പൊളിച്ചിട്ടുണ്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വയറിൽ പിടിക്കുകയോ അല്ലെങ്കിൽ തോളിൽ പിടിക്കുകയോ ചെയ്തിട്ട് ആ നാണം ഒന്ന് കാണിച്ചു തരുമോ? പൊതുവേ സാധാരണ അമ്മയും അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ നാണം കാണിച്ച് ആരെങ്കിലും പോകാൻ പറ്റുമോ? എനിക്ക് ക്യാബറേ ഡ്രസ്സ് ഇട്ട് എൻ്റെ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ കടയിൽ പച്ചക്കറി മേടിക്കാൻ പോകാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചേട്ടൻ്റെ വയറൊന്ന് കാണിച്ച ഇങ്ങനെ പറഞ്ഞ് അറിയാം, ഇങ്ങനെ അറിയാം നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിലാണ്, ഇങ്ങനെ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന് അറിഞ്ഞു വെച്ചിട്ട് കൊള്ളാം, പ്രോഗ്രാം കൊള്ളാം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. അതിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുകയും ചെയ്യും. അത് ഈ വിദ്യാഭ്യാസം കൂടിപ്പോയ കേരളത്തിന്റെ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പൊ ഇവര് 3 പേരും പറഞ്ഞതിനോട് രാജേഷ് എങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? ഞാൻ ഇത് കണക്ക് തന്നെ, ഞാൻ ഇവരെക്കാട്ടിയും ജൂനിയറാണ്. ഞാൻ വന്നിട്ട് ഇപ്പൊ 5 വർഷമായത്. ഞാൻ ഇതിനകത്ത് വരുന്നതിന് കാരണക്കാര് ഷിബുവും സജിയും തന്നെയാണ്. ഇവരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വന്നത്? അതെ അതെ, ഞാൻ ഫസ്റ്റ് സ്റ്റേജ് പരിപാടി ചെയ്യുന്നത് സജീവൻകുളമായിട്ടാണ്. ഞാൻ ഇന്ന് സരികയിലാണ്. ഞാൻ സജീവൻകുളത്തിന്റെ ഭയങ്കര ഫാനായിരുന്നു, സജിയുടെ. അങ്ങനെ അത് കാണാൻ പോയി ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ. ഇത് മുടി ശരിക്കുള്ള മുടിയാണോ? ഒറിജിനലാണ്. ഒറിജിനലാണ്? അത് ശരി. ഒറിജിനൽ അല്ലാത്ത സജിയുടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് വളർന്നു വരുന്ന പകുതി ഇപ്പൊ ആഫോളായി. അതെല്ലാരും പറഞ്ഞത് എന്റെ തൊഴിൽ. ഈ ചെറുപ്പത്തിൽ എങ്ങനെ ഒരു സ്ത്രൈണ സ്വഭാവം ഉണ്ടോ? ചെറുപ്പത്തിൽ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നേരത്തെ ഷിബു വളരെ തുറന്ന് പറഞ്ഞു, പെൺകുട്ടികളാണ് എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരായിരുന്നു, കമ്മലിടുമായിരുന്നു. ചെറുപ്പത്തിലെ കുറെ ഫീമെയിലിന്റെ കണക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വീട്ടുകാരുടെയൊക്കെ അച്ഛനും അമ്മയുടെയൊക്കെ പ്രതികരണമൊക്കെ എന്തായിരുന്നു? അങ്ങനെ അച്ഛനും അമ്മയും ആരും കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഞാൻ ഈ ഫീമെയിൽ ചെയ്യാൻ പോകുമ്പോൾ വീട്ടിൽ എതിർപ്പൊക്കെ ആയിരുന്നു. ഇപ്പം കോമഡി സ്റ്റാർസിലൊക്കെ വന്നതിന് ശേഷം സപ്പോർട്ടാണ്. മറ്റേ സഹോദരങ്ങളൊക്കെ ഉണ്ടോ? ആ, ചേച്ചിയുണ്ട്. ചേച്ചി എന്ത് പറയും? ചേച്ചിക്ക് ഇഷ്ടം. ഇപ്പഴും ചേച്ചിക്ക് ഇഷ്ടമല്ല. ഞാൻ ഏതെങ്കിലും വല്ല പർച്ചേസിനൊക്കെ പോകുമ്പോഴത്തേനെ ചേച്ചിയായിട്ടാ പോകുന്നത്. ഞാനും ചേച്ചിയാ പോകുന്നത്. അവിടെ ഉള്ളവര് ആ കോമഡി സ്റ്റാർസിനകത്തുള്ള മുടി കാണട്ടെ, ഞാൻ തൊപ്പി വെച്ചോണ്ടേ നടക്കൂ. അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ മുടി അഴിച്ചിട്ടിട്ട് നടക്കുന്നത്. മടക്കി വെച്ചിട്ട് തൊപ്പി വെക്കും. അങ്ങനെയാണ്. ആരും ചേച്ചി അവരെ വഴക്ക് പറയും. അല്ല, ചേച്ചിയുടെ സങ്കല്പത്തിൽ ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുന്നതാണ്. ചേച്ചി ഇവൻ്റെ പെങ്ങൾ എപ്പോഴും എന്നെ വിളിക്കും. അപ്പം പുള്ളി ഇവൻ്റെ ചേച്ചി വിചാരിച്ചിരിക്കുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇവർ നല്ലൊരു വലിയ ഹൈ ലെവൽ ഫാമിലി താമസിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ഒരുപാട് കടബാധ്യതകളും അസുഖങ്ങളൊക്കെ വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവൻ പുറത്ത് പോയി വേറൊരു ജോലി പഠിച്ച് നല്ലോണം തെറ്റില്ലാത്ത വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അപ്പം പുറത്ത് പോയി വേറെ എന്തെങ്കിലും ജോലി പഠിച്ച് നല്ല സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയാണ് പെങ്ങൾ അത്ര ആത്മാർത്ഥത്തോടെ പറയുന്നത്. അത് അങ്ങനെ വേണ്ട ഒരാളെ നിങ്ങൾ പെൺവേഷം കെട്ടിച്ച് ഇല്ല, ഒരിക്കലും ഒരാളെ പിടിച്ച് നിർബന്ധിച്ച് ഇപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാളെ പെട്ടെന്ന് വിളിച്ച് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള പോലെയാണോ ചേച്ചി പരാതി പറയുന്നതെന്ന്? അങ്ങനെയല്ല, അങ്ങനെയുള്ള പരാതി എന്ന് പറയുന്നില്ല സാർ. ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ മാത്രമേ ചെയ്യാൻ പറ്റും. സാറിന് ഞാൻ വന്ന് വിളിക്കുക, സാർ നാളെ എൻ്റെ കൂടെ കണ്ടു, സാർ വരുമോ? അത് സാറിന്റെ മനസ്സിൽ തോന്നണം എനിക്ക് ഇത് ചെയ്യാൻ. കാണുന്നവർക്ക് ഇപ്പൊ സാറ് എടുത്തിരിക്കുകയാണ്, സാറിനോട് തന്നെ ചോദിച്ചറിയാം, വെളിയിൽ കാണുന്നവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റണം. അവർ ഇതിലേക്ക് കടന്നു വന്ന് ഈ സാരി നന്നായിട്ട് ഞാൻ ഇവിടെ 4 പേര് ഇരിക്കുന്നു, ഞാനൊരു സാരി കൊടുക്കാം, അവർ പെട്ടെന്ന് ഒന്ന് ഉടുത്തു തരാണ്. അവർ ഉടുക്കുന്നതിന്
10 മിനിറ്റ് മുമ്പേ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കാരണം ആ എക്സ്പീരിയൻസ് ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയതാണ്, അത് കഷ്ടപ്പെട്ടതാണ്. അത് പൊതുജനങ്ങൾക്ക് അറിയില്ല, മറ്റുള്ളവർ കണ്ടു ചിരിക്കാനും പരിഹസിക്കാനേ ഉള്ളൂ. ഞങ്ങൾ നീറ്റായിട്ട് ഒരു 2 മണിക്കൂർ പ്രോഗ്രാമിൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന 4 പേര് 2 മണിക്കൂർ പ്രോഗ്രാമിൽ 20-30 ഡ്രസ്സ് മാറും. വെറും 2 മണിക്കൂർ ഒരു ലൈറ്റ് ഓഫിന്റെ ഇടയിൽ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓരോരുത്തര് എന്താ പരിശീലിച്ചെടുത്തതാണ്. അത് മറ്റുള്ളവർക്ക് കണ്ട് ചിരിക്കുന്നവർ ഒരുപാട് കാണാം. അവരോട് പറയാനുള്ളത് അവര് ജസ്റ്റ് ഒന്ന് സാരിയ ബ്ലൗസ് ഉടുത്ത് നോക്കി കണ്ണാടിയിൽ നോക്കുക. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഭംഗി അവർക്ക് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഇതെല്ലാം ഞങ്ങൾ വേറൊരു കാര്യം കൂടെ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പുരാളൊഴിച്ച് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഇതായോ? ഉണ്ടായിരുന്നു പറയുന്നത്. അതാണ് പറയുന്നത്, മെഗാ ഷോ ആ ടൈമിൽ കഴിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സീസണിൽ നമുക്ക് 10-30 ഡ്രസ്സോളം നമുക്ക് വേണം. അന്ന് ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ഉൾപ്പെടെ വരെ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചാണ് ഈ ഒരു വർഷം കളിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പൈസ മിക്കതും അടുത്ത വർഷത്തേക്കുള്ള കോസ്റ്റ്യൂമിന് തരുന്നത്. പിന്നെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള മാർഗ്ഗം ലെവലേതാണ്. ഇപ്പൊ ഈ മീഡിയയിൽ കോമഡി സ്റ്റാർസിലും അങ്ങനെയുള്ള ഇതിൽ വന്നതിന് ശേഷമാണ് പുറത്തായാലും നമുക്കൊരു മെഗാ ഷോ നമുക്ക് സ്വന്തമായിട്ട് റേറ്റ് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നത്. നമുക്ക് ഇത്ര രൂപ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം വിളിക്കും ഇത്ര രൂപ കിട്ടുന്നത്. ഇപ്പം നമുക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഈ ടി വിയിലെ പ്രോഗ്രാമുകൾ വന്നതിന് ശേഷം മാത്രമാണ്. അതുവരെ നമുക്ക് നമ്മളേതായ ഇപ്പം ഒരു വർഷം കളിച്ച് ലാഭം കിട്ടുന്ന ആ പൈസ കൊണ്ട് അടുത്ത വർഷത്തേക്ക് അടുത്ത കോസ്റ്റ്യൂമുകൾ എടുക്കാനേ തികഞ്ഞിട്ടുള്ളൂ. പാൻ കേക്കിനും പേസ്റ്റും ഇന്ന് കണ്ണിയും കൺമഷിയും മാലയും എല്ലാം ഓരോ ഡ്രസ്സിന് അനുയോജ്യമായ സാധനങ്ങൾ മാത്രം ഓരോരോ സീനിൽ വരുമ്പോൾ അതെല്ലാം നോക്കണം. അതുകൊണ്ടാണ് സ്ത്രീകൾ വരെ നമുക്ക് ഏറ്റവും വലിയ ഫാൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അത്രയും നല്ലതെന്ന് പറയുന്നത്. സാർ ഇപ്പൊ ഇവര് പറഞ്ഞത് ഇവരിപ്പോ പുതിയ യുഗത്തിലെ സ്ത്രീവേഷം കെട്ടുന്ന ആൾക്കാരാണ്. സാറ് കെട്ടിയിരുന്ന 60 വർഷം മുമ്പാണ്. സാറിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ? ഒരുപക്ഷെ കഥകളി വേഷം ചെയ്തുകൊണ്ടാണ് സാറിന് അങ്ങനെ ഇവർ നേരിട്ട പോലെയുള്ള എതിർപ്പുകൾ നേടാതെ വന്നത്? അതങ്ങനെയാണല്ലോ ആയിരിക്കും അല്ലേ? ഒരു ക്ലാസിക് കലയിൽ ഇത് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ഈ ക്ലാസിക് കല ആയതുകൊണ്ടും വേഷത്തിന് സ്ത്രീ വേഷം എന്ന് പറയുമ്പോൾ കഥകളിയുടെ വേഷം ഈ വേഷം നമ്മൾ വ്യത്യാസമല്ല. അപ്പോൾ അതൊരു ആകർഷണ ശക്തി അതിനുണ്ടാകുകയല്ല. ഇപ്പോൾ സാധാരണ ഒരു സ്ത്രീ വേഷം അഭിനയിക്കുന്ന പോലെ കഥകളിയിലെ സ്ത്രീവേഷത്തിന് ഒരു അന്യ ആൾക്കാർക്ക്, അതായത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൗതുകം തോന്നുകയല്ല. അതിന് വേറൊരു വ്യത്യാസമുണ്ട്.